എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവമാണ്. അപ്പോൾ 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളാണ് ഇവിടെ ഉള്ളത്. രാവിലെ 9 മണി ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ണേട്ടനുമാണ് പൂരം തൊഴാൻ വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പൂരം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം തന്നെയാണ്. കാരണം 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളാണ്. അത്രയും ആഘോഷപരമായിട്ട് തന്നെയാണിത് നടത്താറുള്ളത്. എല്ലാ വർഷവും അതിവിപുലമായിട്ട് തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പൂരം. രാവിലെ 9:30-ക്കാണ് കൊട്ടി ഇറക്കം എന്ന് പറയുന്നത്. ഭഗവതിയെ എഴുന്നള്ളിച്ച് ആറാട്ടിന് കൊണ്ടുപോകുന്ന ചടങ്ങാണ്. നെറ്റിപ്പട്ടം കെട്ടിയ 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ഭഗവതിയെ എഴുന്നള്ളിക്കുന്നത്. ആറാട്ട് കടവിൽ മേളത്തോടുകൂടി ഭഗവതിയുടെ ആറാട്ട് നടക്കും. അതിനുശേഷം കൊട്ടിക്കയറ്റം എന്ന് പറയും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് കൊട്ടിക്കയറ്റവും. ഭഗവതിയുടെ പൂരാഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകളിൽപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊട്ടിയിറക്കവും കൊട്ടിക്കയറ്റവും. നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ തിരുമാന്താംകുന്ന് പൂരം. പൂരത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നൃത്തങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഈ 11 ദിവസം ഉണ്ടാവാറുണ്ട് കലാപരിപാടികൾ. അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്ന് മാത്രം. ഇപ്രാവശ്യം ഞങ്ങളുടെ ടീമായ വിഭജികയുടെ തിരുവാതിരക്കളി നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്കിംഗ് ടൈം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത വർഷമെങ്കിലും ഞങ്ങളുടെ തിരുവാതിരക്കളിയും ഭഗവതിക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ള അതിയായ മോഹം. ഭഗവതി അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കിത്തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ആറാട്ടുകടവും അങ്ങനെ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. തിരുമാന്താംകുന്ന് പൂരം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂരം വീഡിയോയിലേക്ക് സ്വാഗതം. പൂരാഘോഷത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൂരപ്പറമ്പിലെ കാഴ്ചകളും ഭക്ഷ്യ വസ്തുക്കളും പിന്നെ കരകൗശല വസ്തുക്കളും അതുപോലെ ഫാൻസി ഐറ്റംസും കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെ എന്തൊക്കെയാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട. നമ്മൾ കടകളിൽ പോയി കണ്ട് വാങ്ങാൻ പറ്റുന്നതും അതുപോലെ അവിടെ കിട്ടാത്തതും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് പൂരപ്പറമ്പിൽ കാണാൻ പറ്റും, വാങ്ങാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് അല്ലേ? നിങ്ങൾക്കത് അറിയാനൊരാകാംക്ഷ ഉണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് കമ്മലുകൾ വാങ്ങിയിട്ടോ. പിന്നെ മുടിയിലിടുന്ന ക്രാബ് 1-2 എണ്ണം വാങ്ങി. പിന്നെ ഹെയർ ക്ലിപ്പ് വാങ്ങി, ക്യൂടെക്സ് വാങ്ങി. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടോ. പിന്നെ എനിക്ക് ആൺകുട്ടികളായതുകൊണ്ട് അവർക്ക് മേക്കപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമാണ് വാങ്ങേണ്ടതുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെ ഞാൻ കണ്ടു, നോക്കി, വാങ്ങി. നമ്മളിതൊക്കെ പറയുമ്പോഴേക്കും കടകളിൽ പോയാൽ നല്ലത് വേറെ സെലക്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പൂരപ്പറമ്പ് നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു വൈബ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാതെ തിരിച്ചു പോരാൻ നമ്മൾ മനസ്സ് അനുവദിക്കില്ല. അങ്ങനെയാണ് പൂരത്തിന് പോകുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങാതെ നമുക്ക് പോരാനേ സാധിക്കില്ല. പിന്നെ അവിടെ കാണുന്ന പ്രധാന ഐറ്റമാണ് കുറച്ച് ഫുഡ് ഐറ്റംസ്. അതും ചിലതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിയ കമ്മലുകളിൽ 2 ജിമുക്ക ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കല്ല് വെച്ച സ്റ്റഡുകളാണ് പിന്നെ വാങ്ങിയത്. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കമ്മലുകളിൽ ബോംബെ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തെല്ലാം വെറൈറ്റികളാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് കുട്ടികളൊക്കെ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. വലിയ റേറ്റൊന്നുമില്ല. അതൊക്കെ ഒരു 50 റുപ്പീസ് മുതലാണ് തുടങ്ങണത്. അത് കഴിഞ്ഞ് 250 വരെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു 150-ൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഭംഗിയായിട്ടുള്ള സംഭവങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും കുറച്ചെണ്ണം വാങ്ങിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കല്ല് വെച്ച ആ ടൈപ്പൊക്കെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടത് കണ്ടപ്പോൾ ഞാൻ അതാണ് എടുത്തത്. ഏത് സാരിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും മാച്ച് ചെയ്യുന്ന കമ്മലുകളായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് എണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ പൂരാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ജീവിതത്തിലുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കല്യാണാലോചന തുടങ്ങി വെച്ചത് ഈ ഒരു പൂരപ്പറമ്പിൽ വെച്ചിട്ടാണ്.
30 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും കൂടി എനിക്ക് ഇന്നും അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യം തന്നെയാണ്. ഉണ്ണേട്ടൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വല്യച്ഛനും കൂടി സംസാരിച്ചിട്ടാണ് ഈ കല്യാണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. അവർ പൂരം പുറപ്പാട് തൊഴാൻ പോയതായിരുന്നു. അങ്ങനെയാണ് ഈ കല്യാണം ഉണ്ടായതും നടന്നതും ഒക്കെ. അപ്പോൾ ഒരു വിശേഷം കൂടി ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ. ഇപ്പോൾ ഇനി എല്ലാവരും പൂരവും പൂരപ്പറമ്പും ഒക്കെ കാണൂ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈകളിലുള്ള ആഭരണങ്ങൾ, പഴുത്ത്, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവശമുള്ള ആഭരണങ്ങൾ, പഴുത്ത്, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരക്ക് നിയന്ത്രണത്തിന്റെ ക്ഷേത്രം തിരുമുറ്റത്തെ പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദേവസ്വം ശ്രീശൈലം ഹാളിൽ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ന് രാത്രി 9:30 ദേവസ്വം സോപാനം ഓഡിറ്റോറിയത്തിൽ മിനി പ്രമോദ് മേനോൻ കലംബിക സ്കൂൾ ഓഫ് ഡാൻസ്
ഒരു കൂട്ടം